ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ നിങ്ങളേവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ദൂതന്മാർ മാലാഖമാരുടെ ഗണങ്ങൾ. മാലാഖമാരുടെ ഗണങ്ങൾ എന്ന വിഷയമാണ്. ദൂതന്മാരിലുള്ള വിശ്വാസം വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെ വ്യക്തമായിട്ടുണ്ട്. അവർ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള അസംഖ്യം ഗണങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 32:2 ദാനിയേൽ 7:10 ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ദൂതന്മാരുടെ വിശ്വാസം. ഒരു യഹൂദ പുരോഹിതൻ BC 153 അടുത്ത് എബ്രായ ഭാഷയിൽ യഹോവ മോശയ്ക്ക് സീനായി മലയിൽ വെളിപ്പെടുത്തിയ വർഷാന്തര ഘോഷങ്ങളെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ ദി ബുക്ക് ഓഫ് ജൂബിലി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിവിധ ദൂതന്മാരെക്കുറിച്ചും അവരുടെ ക്രമങ്ങളും ജോലികളും വിശദമാക്കിയിട്ടുണ്ട്. ഇപ്രകാരം നല്ലവരും ദുഷ്ടന്മാരുമായ ദൂതന്മാരെക്കുറിച്ചുള്ള പഠിപ്പിക്കൽ ആദിമ ക്രൈസ്തവ സഭയിലേക്ക് കടന്നു വന്നു. സ്വാതന്ത്ര്യത്തോടും കൂടിയവരും മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ദൈവ സന്ദേശത്തിൻ്റെ വാഹകന്മാരായും ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകങ്ങളായും വർദ്ധിച്ച നല്ല ദൂതന്മാർക്ക് സൂക്ഷ്മ ആത്മീയ ശരീരമുണ്ടെന്ന് ആദിമ സഭാപിതാക്കന്മാരിൽ ചിലർ വിശ്വസിച്ചിരുന്നു. എല്ലാ ദൂതന്മാരും നല്ലവരായി സൃഷ്ടിക്കപ്പെട്ടുവെങ്കിലും കുറെ പേർ മാത്രം അവരുടെ അഹങ്കാരത്തിൻ്റെയും തെറ്റായ ആഗ്രഹത്തിൻ്റെയും ഫലമായി വീണുപോയി എന്നും അവരുടെ തലവനാണ് സാത്താൻ എന്നും പൊതുവെ വിശ്വസിക്കുന്നു. മനുഷ്യന് സർവ്വ നന്മകളും കൊണ്ടുവരുന്നത് നല്ല ദൂതന്മാരുടെ പ്രവർത്തനമായും ആപത്ത്, അപകടം, രോഗം, കഷ്ടാനുഭവങ്ങൾ, കഷ്ടനഷ്ടങ്ങൾ മുതലായവ ദുഷ്ടദൂതന്മാരുടെ പ്രവർത്തനങ്ങളായും ഗണിച്ചിരുന്നു. ജൂബിലി പുസ്തകത്തിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടായിരിക്കാം അരിയോപകയിലെ ഡയനീഷ്യസ് AD 500 ദൂതന്മാരെ 3 വർഗങ്ങളായി തിരിച്ചത്. പിന്നീടുള്ള ക്രിസ്തീയ എഴുത്തുകാരെല്ലാവരും ഇത് പൊതുവെ അംഗീകരിച്ചിരുന്നതായി നമുക്ക് കാണാം. ദൈവത്തോട് അതീവ സാമ്യമുള്ള 1-ാം വർഗത്തിൽ മൗത്തുബേയന്മാരും കേരൂബുകൾ, സെറാഫുകൾ എന്നീ ഗണങ്ങളും, 2-ാം വർഗത്തിൽ സുൽത്താനന്മാരും മൊറാബോസന്മാരും ഹൈലന്മാരും എന്നീ ഗണങ്ങളും, 3-ാം വർഗത്തിൽ റീഷനുവോസന്മാരും പ്രധാന ദൂതന്മാർ എന്നീ ഗണങ്ങളും ഉണ്ട്. ഈ 9 വൃന്ദം ദൂതന്മാരും പ്രപഞ്ച സൃഷ്ടിയിൽ സൃഷ്ടിക്കപ്പെട്ടുവെന്ന് പൊതുവെ വിശ്വസിക്കുന്നു. മനുഷ്യന്റെ സംരക്ഷകരായി ദൂതന്മാരെ ദൈവം നിയോഗിച്ചിട്ടുണ്ടെന്നും അവരെ പൊതുവെ കാവൽ ദൂതന്മാരെന്ന് വിളിക്കുന്നുവെന്നും പുരാതന ആശയമാണ്. ദൂതന്മാർക്ക് സൂക്ഷ്മ ആത്മീയ ശരീരമുണ്ടെന്നും അല്ല, അവർ വ്യത്യസ്ത ശക്തികൾ മാത്രമാണെന്നുള്ള 2 ധാരണകളും പ്രാബല്യത്തിൽ തന്നെ ഉണ്ട്. ദൂതന്മാരുടെ അസ്തിത്വം എന്താണെന്ന് നോക്കാം. ഒരു ആത്മീയ ലോകത്തിൽ ഉണ്മയെക്കുറിച്ച് എല്ലാ മതങ്ങളും സമർത്ഥിക്കുന്നു. പുരാണേത്യ ഇതിഹാസങ്ങളിലെല്ലാം തന്നെ ദേവന്മാർ, ദേവശുശ്രൂഷകർ, ആത്മാക്കൾ, ദൂതന്മാർ, പിശാചുക്കൾ, വീരന്മാർ എന്നിവരെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പേർഷ്യൻ മതങ്ങളിലാണ് ആദ്യമായി ദൂതന്മാരെ സംബന്ധിച്ച വിജ്ഞാന ശാഖ പ്രബലമായത്. ക്രിസ്തീയ സഭ പുരാതന കാലം മുതൽക്ക് ദൂതന്മാരുടെ അസ്തിത്വത്തെക്കുറിച്ച് ഉറച്ച് പറയുന്നുണ്ട്. നാം ഇന്ന് മനസ്സിലാക്കേണ്ടത് അവരുടെ പ്രവൃത്തിയും മനുഷ്യർക്ക് വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുള്ളതായ നല്ല കാര്യങ്ങളും മോശമായ കാര്യങ്ങളും ആണ്. ആധുനിക പുരാതന വേദശാസ്ത്രജ്ഞന്മാർ ഇതിനെ യുക്തി കൊണ്ട് ദൂതന്മാരുടെ അസ്തിത്വത്തെ സ്ഥാപിക്കുവാനോ എതിർക്കുവാനോ കഴിയുകയില്ലെന്നുള്ള സത്യവും എടുത്ത് പറയുന്നുണ്ട്. ദൂതന്മാരുടെ പൊതു സ്വഭാവം. ആത്മീയ ലോകത്തിൽ വസിക്കുന്ന അവർ സൃഷ്ടിഗണത്തിൽപ്പെടുന്നുവെന്ന് നമുക്ക് അറിയാം. അതിൽ അശരീരികളെ കുറിച്ച് നമുക്ക് നോക്കാം. ശരീരമില്ല എന്നും കേവലം ആത്മീയ ഉണ്മ മാത്രമുള്ളവരാണ് ഇവരെന്നും പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു.
അവർക്ക് ശാരീരികമായ ആവശ്യങ്ങളൊന്നും ഇല്ല. അദൃശ്യമാണ്. സൃഷ്ടാവിൽ നിന്നും വ്യത്യസ്തമായി സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ പരിമിതികളും ഉള്ളവരാണ്. ആയതിനാൽ ദൈവത്തെ പോലെ സർവ്വവ്യാപിത്വവും സർവജ്ഞതയും സർവശക്തിയും ആത്മീയരാണെങ്കിലും ഇവർക്കില്ല എന്ന് നമുക്ക് അറിയാം. അടുത്തത് വിവേകബുദ്ധിയുള്ളവരും അമർത്യരും. ഇവർ ബുദ്ധിയും ഇച്ഛാശക്തിയുമുള്ള ആത്മീയരാകുന്നുവെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. അവർ സർവജ്ഞരാണെങ്കിലും അറിവിൽ മനുഷ്യരെക്കാൾ ഉന്നതരാണ്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 24:36 അതെടുത്ത് പറയുന്നുണ്ട്. അനുസരിക്കാത്തവർക്ക് അമർത്യത നഷ്ടപ്പെടുന്നു, അനുസരിക്കുന്നവർ അമർത്യതയിൽ ജീവിക്കുന്നു. ഇക്കാര്യത്തിലാണ് ഇവരോട് കർത്താവിൻ്റെ വിശുദ്ധന്മാർ തുല്യരാണെന്ന് പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 20:35-36 എന്നീ വാക്യങ്ങൾ ഇത് പറയുന്നുണ്ട്. ദൈവത്തിന്റെ രക്ഷാകര പ്രവൃത്തിയിൽ എപ്പോഴും സഹായിക്കുന്ന സ്വർഗീയ സൈന്യങ്ങളുമായി ഇവർ അറിയപ്പെടുന്നു. ദുഷ്ടദൂതന്മാർ ദൈവിക പദ്ധതിക്ക് തുരങ്കം വയ്ക്കുന്ന സാത്താന്റെ സൈന്യങ്ങളുമാണ് എന്ന് ലൂക്കോസ് 1:21-ലും 2 തെസ്സലോനിക്കർ 2:9-ലും 1 പത്രോസ് 5:8-ലും പറയുന്നുണ്ട്. ഇനിയും ദൂത സമൂഹത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ദൂതന്മാരുടെ സംഖ്യയെക്കുറിച്ച് വേദപുസ്തകത്തിൽ പ്രത്യേകമായി ഒന്നും പറയുന്നില്ല. എങ്കിലും അസംഖ്യരായ ഒരു സൈന്യ സമൂഹമാണ് ഉള്ളതെന്ന് സ്പഷ്ടമായി കാണപ്പെടുന്നുണ്ട്. ആവർത്തനം 33:2, സങ്കീർത്തനം 68:17, മാർക്കോസ് 5:9-15, മത്തായി 26:53, വെളിപ്പാട് 5:11 എന്നിവയിൽ നമുക്ക് ഇവരെ കുറിച്ച് കാണാം. ലഗിയോൻ എന്നാൽ 3000 മുതൽ 6000 വരെ അംഗങ്ങളുള്ള സൈന്യ സമൂഹങ്ങളുടെ പൊതു നാമമാണ് എന്നും നമുക്ക് ഏവർക്കും അറിയാം. ഇതിൽ കെരൂബുകളെ കുറിച്ച് നോക്കാം. പർദീസായുടെ കാവൽക്കാരും കൃപാസനത്തിന്റെ നിരീക്ഷകരും ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ദൈവസിംഹാസനത്തിന്റെ അടിസ്ഥാനങ്ങളും പ്രത്യേക ചൈതന്യത്തോടു കൂടിയവരുമാണ് ഇവർ. ദൈവത്തിന്റെ ശക്തിമഹത്വം, വിശുദ്ധി ഇവ വെളിപ്പെടുത്തുന്ന പ്രതീകങ്ങളായി ഇവർ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. അടുത്തതാണ് സാറാഫുകൾ. സാറാഫുകളെ കുറിച്ച് യെശയ്യാ 6:6 മാത്രം കാണുന്നു. ഇവർ കാലുകളും മുഖങ്ങളും മൂടുവാൻ ഇരുചിറകുകൾ വീതവും ദൈവീക കൽപ്പനകളുടെ വേഗത്തിലുള്ള നടപ്പാക്കലിന് ആവശ്യമായ ഇരുചിറകുകളോടുകൂടിയ 6 ചിറകുകൾ വീതവും ഉള്ളവരാണ്. ദൈവസിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് ഇവർ സ്തുതി അർപ്പിക്കുന്നു. അവരെ കൂടാതെ റിഷനുവോസേന്മാർ, ഹൈലേന്മാർ, മൗത്തുബേന്മാർ, മോറാവോസേന്മാർ, സുൽത്തോനേന്മാർ എന്നീ പേരുകളിലും ദൂതന്മാർ അറിയപ്പെടുന്നു. പ്രധാന മാലാഖമാർ പുതിയ നിയമത്തിൽ 2 പ്രാവശ്യം കാണുന്നു. മീഖായേൽ പ്രധാന മാലാഖയായി പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. പ്രധാന മാലാഖയുടെ ശബ്ദത്തെക്കുറിച്ച് പറയുന്നു. സഭാ പാരമ്പര്യത്തിൽ ഗബ്രിയേൽ, റഫായേൽ എന്നിവരെയും പ്രധാന മാലാഖമാരായി ഗണിക്കുന്നു. മീഖായേൽ, ഗബ്രിയേൽ, റഫായേൽ എന്നിവരെ കുറിച്ചും ബൈബിളിൽ പ്രത്യേകമായി പറയുന്നുണ്ട്. നാം ഇനി മനസ്സിലാക്കേണ്ടത് ദൂതന്മാർ എല്ലാവരും ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ചും പ്രവർത്തിക്കുന്നവര് ആണ് എന്ന് നമ്മുടെ ആ ധാരണ തെറ്റാണ്. ഒരു വിഭാഗം മാലാഖമാർ അവരുടെ നെഹളം മൂലം അവരെ സ്വർഗത്തിൽ നിന്നും തള്ളിക്കറിഞ്ഞവരാണ് സാത്താനായി പ്രവർത്തിക്കുന്നത്. അവർ നമുക്ക് എപ്പോഴും ദോഷം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ദൈവകൃപകളെ തടയുന്നതിന് വേണ്ടിയിട്ടും ശ്രമിക്കുന്നവരാണ് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവരെ കൃത്യമായി മനസ്സിലാക്കി ദൈവത്തോട് നാം കൂടുതൽ അടുത്ത് ദൈവ അനുഗ്രഹം നമുക്ക് ലഭിക്കത്തക്കവണ്ണം ഇടപെടാതെ പ്രാർത്ഥിക്കുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയും നല്ല കുർബാനയിൽ സംബന്ധിക്കുകയും കുർബാനയെ അനുഭവിക്കുകയും എല്ലാ ശുശ്രൂഷകളിലും നാം ഭാഗവാക്ക് ആകുകയും അതോടൊപ്പം തന്നെ എല്ലാ കൂദാശകളിലും സംബന്ധിക്കുകയും അത് സ്വീകരിക്കേണ്ട കൂദാശകളൊക്കെയും സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ആകൽ കർത്തായിൽ നിന്നും നമുക്ക് രക്ഷപ്പെട്ട് നല്ല ദൂതന്മാരുടെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ദൈവ സന്നിധിയിൽ അവനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് നാം ഈ ലോകത്തിൽ വെച്ച് തന്നെ തയ്യാറാകേണ്ടതുണ്ട്. അങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ
അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.